discuss some problems. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. Let y equal to x square plus 3x represents the distance a bus has travelled in meters after x seconds. Find the instantaneous velocity at the time x naught equal to 4 seconds. അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണ്. അതുപോലെ എക്സ് നോട്ട് 4 സെക്കൻഡിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞായിരുന്നു. ആദ്യം ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അത് നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തെഴുതുക. Given that the distance the bus traveled after x seconds is y equal to f of x which is equal to x square plus 3x. ഇതാണ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്തത്. ഇനി ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്, ലെറ്റ് ഡെൽറ്റ എക്സ് ഡിനോട്ട് a very small positive quantity. Then the average velocity for a time interval delta x starting from x naught equal to 4, that is for the time interval 4 to 4 plus delta x is given by average velocity ആണ് കാണുന്നത്. average velocity equal to delta y by delta x. it is equal to, ഇപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് 4 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 4. എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ. എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് അല്ലേ, ആ എക്സ് നോട്ട് ആണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. അപ്പൊ ഇവിടെ എഫ് ഓഫ് 4 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വരും 4 പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 4 പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. അതുപോലെ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് വരും 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 പ്ലസ് 3 ഇൻറ്റു 4 12 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. നമുക്ക് മൊത്തം ഡെൽറ്റ എക്സിന്റെ ടേമിലുള്ളൊരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ കിട്ടുക അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് സ്ക്വയർ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4 സ്ക്വയർ 16 പ്ലസ് 2 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 12 പ്ലസ് 3 ഡെൽറ്റ എക്സ് മൈനസ് 16 മൈനസ് 12 അല്ലേ. അപ്പോൾ ഇവിടെ 16 മൈനസ് 16 കൂടെ ക്യാൻസലായി, 12 മൈനസ് 12 കൂടെ ക്യാൻസലായി, ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ഇനി എല്ലാ ടൈമിലും നോക്കി, കോൺസ്റ്റന്റിന് ടൈം ഒന്നുമില്ല, എല്ലാ ടൈമിലും ഡെൽറ്റ എക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരേപോലെയുള്ളത് ഇപ്പൊ ഡെൽറ്റ എക്സിന്റെ ടൈം ഒരുമിച്ച് എടുക്കാം, അതുപോലെ ഡെൽറ്റ എക്സ് സ്ക്വയറിന്റെ ടൈം ഒരുമിച്ച് എടുക്കാം. ആദ്യം നമുക്ക് ഡെൽറ്റ എക്സ് ഇവിടെ 8 ഉണ്ട് 3 ഉണ്ട്. 8 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 11 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ഒരു ഡെൽറ്റ എക്സ് എല്ലായിടത്തും നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 11 പ്ലസ് ഡെൽറ്റ എക്സ് അല്ലെ. 11 പ്ലസ് ഡെൽറ്റ എക്സ് ആണ് ആവറേജ് വെലോസിറ്റി കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആവുന്ന ആവറേജ് വെലോസിറ്റിന്റെ വാല്യൂ ആണ് അല്ലെ. അപ്പൊ ഡെൽറ്റ എക്സ് വെരി സ്മോൾ ആവണം.
when delta x is very small, that is approximately 0. Approximately 0 വരണം. അപ്പോൾ 11 plus delta x becomes delta x 0 ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ വാല്യൂ എന്താവും? അപ്രോക്സിമേറ്റ്ലി 11 അല്ലേ? അപ്രോക്സിമേറ്റ്ലി 11 ആയി മാറും. Hence the required instantaneous velocity at the time x not equal to 4 second ആണ് is 11 meter per second. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഡെൽറ്റ എക്സ് ഏറ്റവും സ്മോൾ ആവുമെന്ന് നമ്മൾ ഡെൽറ്റ എക്സ് 0 അപ്രോച്ച് ചെയ്യാന്നാണ് അർത്ഥം. അപ്പൊ അത് എന്തായി? 11 ആയി കിട്ടി. Next question is, let y equal to x square plus 10x represents the distance a bus has traveled in meters after x seconds. A part, find the instantaneous velocity at an arbitrary time x naught. Second one, at what time is the instantaneous velocity 10 meter per second? അപ്പോൾ നമുക്ക് y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഒരു ആർബിട്രറി ടൈം എക്സ് നോട്ടിന് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആവുന്ന ടൈം കണ്ടുപിടിക്കുക. നമുക്ക് തന്നിട്ടുള്ളത് എന്തൊക്കെയാ? given that the distance the bus traveled after x seconds is y equal to f of x equal to x square plus 10x. ഇനി എ പാർട്ട് ചെയ്യാം. എ പാർട്ടിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ ലെറ്റ് ഡെൽറ്റ എക്സ് ഡിനോട്ട് എ വെരി സ്മോൾ positive quantity. Then the average velocity for a time interval delta x starting from x naught, that is the time interval x naught to x naught plus delta x is given by average velocity ആണ്. average velocity delta y by delta x ആണ്. ഡെൽറ്റ വൈനെ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഫംഗ്ഷൻ അറിയാൻ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 10x ആണ്. അതിലിവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ സ്ക്വയർ പ്ലസ് 10 into എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് minus x naught square plus 10x naught divided by delta x. ഇത് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ സിംപ്ലിഫൈ ചെയ്യുക. which is equal to x naught square plus 2x naught delta x plus delta x square plus 10x naught plus 10 delta x minus x naught square minus 10x naught all divided by delta x. അപ്പോൾ ഇതിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് കളയാം. ആദ്യം എക്സ് നോട്ട് സ്ക്വയർ ഇവിടെ ഉണ്ട്, അത് ഇവിടെ നെഗറ്റീവ് ഉണ്ട്, കട്ട് ചെയ്തു. അതുപോലെ 10x നോട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ മൈനസ് 10x നോട്ട് ഉണ്ട്. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഡെൽറ്റ എക്സ് ഉള്ള ടൈമുകളാണ്. 2x നോട്ട് ഡെൽറ്റ എക്സ്, 10 ഡെൽറ്റ എക്സ്, ഡെൽറ്റ എക്സ് സ്ക്വയർ. അപ്പൊ നമുക്ക് ഡെൽറ്റ എക്സ് കൊണ്ട് കട്ട് ചെയ്യാം.
ഈ ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരെണ്ണം പോയി, ഇവിടെ ഒരെണ്ണം പോയി, ഇവിടെ ഒരെണ്ണം പോയി. ബാക്കി എന്തുണ്ടാവും? ബാക്കിയുള്ളത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2x0 പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 10. ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ഇതാണ് ഇപ്പം നമ്മൾ ബാക്കിയുള്ള ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഡെൽറ്റ എക്സ് സ്മോൾ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് 0 അപ്രോച്ച് ചെയ്യുമ്പോൾ അപ്പം എന്ത് കിട്ടും? 2x0 പ്ലസ് 10 കിട്ടും അല്ലേ? അതായിരിക്കും നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എന്ന് വെച്ചാൽ വെൻ ഡെൽറ്റ എക്സ് ഈസ് വെരി സ്മോൾ, ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 0, 2x0 plus delta x plus 10 become approximately 2x0 plus 10. Hence the required instantaneous velocity at time x0 is 2x0 plus 10 എന്ന് എഴുതാം. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇങ്ങനെയാണ് കിട്ടുക. x0ന്റെ ടൈമിൽ എഴുതിയാൽ മതി എന്നാണ് എ പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? At what time is the instantaneous velocity 10 meter per second? അപ്പൊ ഏത് ടൈമിലാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 meter per second ആവുന്നത്? അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. We have proved that the instantaneous velocity at the time x0 second is 2x0 plus 10. എന്നുവെച്ചാൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി at time x0 ഇത് വരും 2x0 plus 10 meter per second ആണ്. Hence the instantaneous velocity will be 10 meter per second when എപ്പോഴാണ് 2x0 plus 10 equal to 10. That is ഇവിടെ 10 ഉണ്ട് അല്ലേ? കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് 10 കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ദാറ്റ് ഈസ് 2x0 equal to 0, which implies x0 equal to 0. അപ്പോൾ എവിടെയാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 ആവുന്നത്? That is when x0 equal to 10 seconds. That is at the starting point. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മുടെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി 10 meter per second ആവുന്നത്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പല വാല്യൂസ് തരും. അതിൽ നിന്ന് അപ്പൊ ഓരോന്ന് എന്താന്ന് ഐഡന്റിഫൈ ചെയ്യണം. കണ്ടുപിടിക്കേണ്ടത് എന്താ, തന്നിട്ടുള്ളത് എന്താന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജസ്റ്റ് ബേസിക്സ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്ലോപ്പ്, ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പിനെ പറ്റി പഠിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ്സ് പഠിക്കുന്നത്. അപ്പോൾ ഇത് ഡെറിവേറ്റീവ്സിന് മുന്നേ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഡെറിവേറ്റീവ്സ് എങ്ങനെ വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. നമ്മളിപ്പോൾ വെലോസിറ്റിന്റെ കേസിലാണെങ്കിലും സ്ലോപ്പിന്റെ കേസിലാണെങ്കിലും നമ്മളത് പിന്നീട് ഡെറിവേറ്റീവ് കൊണ്ട് ഡിഫൈൻ ചെയ്യും. ഇവിടെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി അതുപോലെ ആവറേജ് വെലോസിറ്റി കൊണ്ടൊക്കെ ഡിനോട്ട് ചെയ്ത പോലെ അത് ഡെറിവേറ്റീവ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി.